കൃത്യതയോടെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം സർക്കാർ റൈറ്റ് വേയിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ദുരന്തഘട്ടത്തിൽ കേരളം മോശക്കാരാകുന്ന ഒരു സമീപനവും നമുക്കുണ്ടായിക്കൂടാ. എവിടെയാണ് തകരാറുള്ളത്, എവിടെയാണ് പ്രയാസമുള്ളത്? നമ്മളിപ്പോൾ ഉണ്ടായ ഘട്ടം മുതലുള്ളൊന്നും ഞാൻ പറയുന്നില്ല. പുനരധിവാസവുമായി നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന പ്രശ്നം ഭൂമിയുടെ അവൈലബിലിറ്റിയാണ്. ദുരന്തം നടന്ന 61ാമത്തെ ദിവസം എൽസ്റ്റോണിൻ്റെയും നെടുമ്പാലയുടെയും ഭൂമി തത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ ആ ഉത്തരവിൽ ബന്ധപ്പെട്ട കമ്പനി ഉടമസ്ഥന്മാർ പോയ കേസിൽ കോടതി തൽക്കാലം അകത്ത് കിടന്ന് പരിശോധിക്കാനുള്ള അവസരം ഉൾപ്പെടെ നിഷേധിച്ചുകൊണ്ട് അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ കാത്തിരുന്നു. ഒക്ടോബർ 4-നാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ജിയോ ഇറക്കിക്കൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ നിശ്ചയിച്ചതെങ്കിൽ ഡിസംബർ 27-നാണ് ആ കേസിൽ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുത്തുകൊള്ളാൻ അനുവാദം നൽകിയ കോടതി വിധി ഉണ്ടായത്. 1-ാം തീയതി 4 ദിവസം കഴിയുന്നതിന് മുമ്പ് മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചു. കിഫ്കോണിനെ ഏജൻസിയായി തീരുമാനിച്ചു. ULCCയെ നിർമ്മാണ സംവിധാനമായി ആലോചിച്ചു. സ്പോൺസർമാരുമായി പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായി ഞാനും മുഖ്യമന്ത്രിയും ചർച്ച നടത്തിയത് മുതൽ എല്ലാ കക്ഷി നേതാക്കളുമായിട്ടും സർവകക്ഷി ആളുകളുമായിട്ടും സ്പോൺസർമാരുമായിട്ടും നിശ്ചയിച്ചു. പിന്നെ നമ്മുടെ മുമ്പിൽ ഡേറ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. 1-ാം തീയതി ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് സ്പോൺസർമാരുടെ യോഗം നടത്തി കഴിഞ്ഞാൽ പിന്നെ ആവശ്യം ആ 2 ഭൂമികളിലും തട്ടനുസരിച്ചിട്ടുള്ള രീതി ഉൾപ്പെടെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. ആ നിർമ്മാണ പ്രവർത്തനം നടത്താൻ ജിയോഗ്രാഫിക്കൽ സർവേ വേണം, ടോപ്പോളജിക്കൽ സർവേ വേണം. അതുമായി ബന്ധപ്പെട്ട ഡ്രോൺ സർവേ മാത്രം കൊണ്ട് നടക്കില്ല, ഫിസിക്കലായി പരിശോധന നടത്തി. ആ പരിശോധന നടത്തി ഓരോ ഇടത്തും നിർമ്മിക്കാൻ പറ്റുന്ന വീടുകളുടെ എണ്ണം ഫൈനലൈസ് ചെയ്തു. ഇനി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് 2 കാര്യമാണ് അവിടെയുള്ളത്. ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള പണം കൊടുക്കുക, 2 അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ആരംഭിക്കുക. ഈ 2 പണി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിന് ദുരന്തബാധിതരാരൊക്കെ എന്ന് നിശ്ചയിക്കണം. 1-ാമത്തെ ലിസ്റ്റ് പുറത്തിറക്കി 242 പേർ. ആദ്യത്തെ ലിസ്റ്റ് വന്നു. അതിൽ നിങ്ങളെല്ലാം പറഞ്ഞതുപോലെയുള്ള തെറ്റുകളുണ്ടായിരുന്നു. അത് മാറ്റി ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും അംഗങ്ങളായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡി DDMA 242 പേരുടെ ആദ്യ ഫേസ് ലിസ്റ്റ് പുറത്തിറക്കി. ഒരു പരാതിയും ഇതുവരെ സർക്കാരിന് അതിന് പുറത്ത് ലഭിച്ചിട്ടില്ല. 2-ാമത്തെ ലിസ്റ്റ് ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ വീണ്ടും വന്ന് പരിശോധിച്ചു വരവരയ്ക്കണമെന്ന് നിശ്ചയിച്ചു. വരവരച്ചു. അതിനകത്തുള്ള ആളുകളെ 82 പേരുകളുടെ പേരും ലിസ്റ്റും DDMA അംഗീകരിച്ചു. അതിപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഇന്ന് പുറത്തിറക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. ഇനി ഐസൊലേറ്റഡായ ആളുകൾ, ഐസൊലേഷൻ സാധാരണ നിലയിൽ നിശ്ചയിക്കുമ്പോൾ എങ്ങനെയാണ് ഐസൊലേഷൻ ഉണ്ടാവുക? അവിടേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമില്ലാതിരിക്കുക. ആ സാഹചര്യം പുതിയതായി വന്ന ലോണുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് നമുക്ക് നിർമ്മിക്കാവുന്ന ഭൗതിക സാഹചര്യങ്ങളുടെ കണക്കുകൂടി പരിശോധിച്ചാൽ ഐസൊലേഷൻ കംപ്ലീറ്റ് ആകും. ആ ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. ഒരു ദുരന്തബാധിതനെയും ഒഴിവാക്കില്ല. ആർക്കും തങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്ന് കണ്ടാൽ സർക്കാരിന് പരാതി തരാം. കൃത്യ ദിവസം അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. ഒക്ടോബർ 4-ാം തീയതി തത്വത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ നിശ്ചയിച്ചു. അതിൻ്റെ കേസ് ഡിസംബർ 27-ന് തീർന്നു. സർക്കാരിനോട്ട് ഏറ്റെടുത്തോളാൻ പറഞ്ഞ മുറയ്ക്ക് തന്നെ 1-ാം തീയതി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ഭൂമി ഏറ്റെടുക്കാനുള്ള തുക നിശ്ചയിച്ചു. അവിടുത്തെ പഠനം നടത്തി കഴിഞ്ഞു. നമുക്ക് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങാൻ കഴിയുന്ന വിധത്തിൽ സജ്ജമാണ് കാര്യങ്ങൾ. എവിടെയാണ് എന്താണ് പരാതി എന്ന് നമുക്കറിയുന്നില്ല. ഏതെങ്കിലും വിധത്തിലുള്ള ആളുകളോട് രാഷ്ട്രീയപരമായോ സംഘടനാപരമായിട്ടോ ഒരു യുദ്ധത്തിനും ഗവൺമെൻറ് ഇല്ല. അങ്ങനെ ഒരു തർക്കവും ആളുകളുമായിട്ട് നമുക്കില്ല. അവർക്ക് എന്താണോ പരാതി നമ്മുടെ മുമ്പിൽ വന്നാൽ ആ പരാതിക്ക് പൂർണ്ണമായും പരിഹരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യും. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞ വാക്കിൽ നിന്ന് ഒരു വരി പോലും നമ്മൾ മാറുന്നില്ല. ഈ സാമ്പത്തിക വർഷം ദുരന്തബാധിതരായ മുഴുവൻ ആളുകൾക്കും ആരു സഹായം കനിഞ്ഞു നൽകിയില്ലെങ്കിലും ഏത് കേന്ദ്രത്തിൽ നിന്ന് പിൻബലം ഉണ്ടായില്ലെങ്കിലും പൂർണ്ണമായി ദുരന്തബാധിതരായി തീരുമാനിക്കപ്പെടുന്നവർക്ക് വീട് നിർമ്മിച്ചു നൽകും. അതുവരെ ആ വീടുകളിലേക്ക് പോകാൻ പറ്റാത്ത ആളുകൾക്ക് കൃത്യമായ വിധത്തിലുള്ള വാടക നൽകും.